ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് സുപ്രീം മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ സംഭവം ഇല്ലേ? എന്താണ് സംഭവം? നിങ്ങൾ നോക്കിക്കേ, ഞാൻ എന്താണോ പറഞ്ഞത്, നമ്മൾ രണ്ട് ലൈൻ വരച്ചു, രണ്ട് ബ്ലൂ ലൈൻ അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്, ഈ ബ്ലൂ ലൈൻ്റെ മുകളിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യണം. ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കിക്കേ, ക്ലിയർ അല്ലേ? ഒരു ഇതിന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, പക്ഷേ ഒരു ക്ലിയർ കട്ട് റിജക്ഷനാണ് അവിടെ വന്നത് അല്ലേ? ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഒരു ക്ലിയർ കട്ട് റിജക്ഷൻ. അവിടുന്ന് മാർക്കറ്റ് നേരെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്ലിയർ കട്ട് റിജക്ഷൻ വന്നപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? ഇവിടുന്ന് ഒരു റിജക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ മനസ്സിലായി. സേഫ് ട്രേഡേഴ്സിന് ട്രേഡ് ഇല്ല, ഓൺലി റിസ്കി ട്രേഡേഴ്സിനുള്ളൂ. റിസ്കി ട്രേഡേഴ്സ് അങ്ങനെ ട്രേഡ് എടുക്കുന്നത്, ഈ വിക്കിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അവരൊരു പി ട്രൈ ചെയ്യും. അങ്ങനെ പി ട്രൈ ചെയ്തവർക്ക് ഒരു 700 എത്ര കിട്ടി? ഏകദേശം ഒരു 779, 635, ഒരു 60 പോയിൻ്റ്. ഓക്കെ, ഒരു 35 അല്ല, ഒരു 100 പോയിൻ്റിനടുത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചവർക്ക്, ഇവിടുന്ന് ട്രേഡ് എടുത്തവർക്ക് ഒരു 75 to 100 പോയിൻ്റ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ ട്രേഡ് അത്. ഓക്കെ, പിന്നെ സേഫ് ട്രേഡേഴ്സിന് പിന്നെ ട്രേഡ് ഇല്ല. പിന്നെ ഇവിടെ ട്രേഡ് നമ്മുടെ ലൈനിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണം? കൺസോളിഡേറ്റ് ചെയ്യണം. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ട്. കാരണം ഇന്ന് എക്സ്പയറി ആണ്, മാക്സിമം ഉരുക്കി തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ വലിയൊരു ക്യാൻഡിലാണ്, നമുക്കിവിടെ ട്രേഡ് ഇല്ല. നോക്കിക്കേ, കാരണം ഒരു വലിയ ക്യാൻഡിൽ വേണം, നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ക്യാൻഡിലിൻ്റെ നീളം കൂടിപ്പോൾ നമുക്ക് ട്രേഡ് ഇല്ലേ? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്ന് മുകളിലോട്ട് വന്നു. ഇതൊക്കെ ഇങ്ങനെ ഹ്യൂജ് ക്യാൻഡിൽ വരുന്നത് എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റിൽ പ്രീമിയം ഉരുക്കി തീരുകയാണ്. പക്ഷേ ഇവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സേഫ് ട്രേഡേഴ്സിന് കൃത്യമായൊരു ഓപ്പർച്യൂണിറ്റി. നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു, സപ്പോർട്ട് എടുത്തു, സപ്പോർട്ട് ചെയ്ത് അതിനുശേഷം ഒരു ചെറിയ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒരു 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോമായി. ഇവിടെ നമുക്കൊരു എൻട്രി പോയിൻ്റ് ഉണ്ട്. എന്താണ്? 80% ഉള്ള നമുക്കൊരു ക്ലോസിങ് കിട്ടി, ഒരു സ്ട്രോങ് ക്യാൻഡിൽ കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി പോയിൻ്റ് നോക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ്, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്. അങ്ങനെ സേഫ് ട്രേഡേഴ്സ് പ്രൈസ് ആക്ഷൻ പഠിച്ചവർ, വീണ്ടും പറയുന്നു, പ്രൈസ് ആക്ഷൻ കൃത്യമായി കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചവർക്ക്, നോക്കി പഠിച്ചവർക്ക്, എഴുതി പഠിച്ചവർക്ക് കൃത്യമായി ഒരു എൻട്രി കിട്ടി. ഏകദേശം 635 ഒരു 400 പോയിൻറ്റിൻ്റെ, 400 ഒരു 450 പോയിൻറ്റിൻ്റെ ഒരു ടാർഗറ്റ്. അത്രയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല, അത് വേറെ സത്യം. എങ്കിലും ഒരു 100 പോയിൻ്റെങ്കിലും പിടിക്കാൻ പറ്റിയെങ്കിൽ ഓക്കെ. ഇന്ന് പലരും എനിക്ക് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു വന്നു, സാറേ ആദ്യമായിട്ട് ട്രേഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് കുറച്ച് പേരൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചു വന്നു, കുറച്ച് പേര് ഹ്യൂജ് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പം പട്ടി ശല്യം ഭയങ്കര കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പട്ടിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, 1.5 പട്ടിയാണ്. എന്ത് ചെയ്യാൻ? ഇതിന് കൊല്ലാനും പറ്റത്തില്ല, ഒരു വല്ലാത്ത അവസ്ഥയാണ്. പല സംഭവങ്ങൾ വെച്ച് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നറിയാം. എന്തോ ചെയ്യാൻ പറ്റും? പട്ടിയെ കൊണ്ട് ഒരു ശരണവും ഇല്ലാത്ത ഗതിയായി തീർന്നത് ഉണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണമെന്ന് വിചാരിക്കുന്നു. സോറി, ഇങ്ങനെ നാടാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പുറത്തിരുന്നാണ്, സിറ്റ് ഔട്ടിലിരുന്നാണ് ഈ സംഭവം ചെയ്യുന്നത്. ദൈവമേ, സമ്മതിക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ അവിടുന്ന് ഒരു 100 പോയിന്റുകൾ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയെങ്കിൽ അടിപൊളിയായേനെ. അപ്പോൾ എത്ര പോയിന്റ് പിടിച്ചെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് വളരെ കുറവാട്ടോ. നേരത്തെയൊക്കെ നല്ലപോലെ എല്ലാവരും കമൻറ്റ്, ഇപ്പോൾ ആർക്കും കമൻറ്റില്ല. എല്ലാവരും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ പോളിനകത്തൊക്കെ നല്ലപോലെ എല്ലാവരും പ്രോഫിറ്റ്, ഇന്നലെയൊക്കെ നല്ല പ്രോഫിറ്റാണ്, ഇന്ന് നല്ല പ്രോഫിറ്റാണ്. പക്ഷേ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. അതെന്താ അങ്ങനെ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്ത് സഹകരിക്കണം കേട്ടോ. ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് ഞാനിന്ന് ട്രേഡ് പോലും എടുത്തില്ല. ട്രേഡ് എടുക്കാൻ എനിക്ക് ഒരു അവസരം ഇല്ലായിരുന്നു, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഞാനിത് ചെയ്തു വരുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ആൾക്കാർ, നമ്മൾ ഈ യൂട്യൂബ് വന്ന് കാണുന്നവർ നോക്കുന്ന ആദ്യം ഒരു കമൻ്റ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ആ കമൻറ്റ് നോക്കിയിട്ടാണ് അവർ വീഡിയോ തുറന്ന് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കേൾക്കുന്നവർ. ഓക്കെ, ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥത ശരിയാണെന്ന് 100% ആണെന്നും ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥതയോടാണ് പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യേണ്ട, പോട്ടെ. അപ്പം നമുക്കിനി നാളെ, അപ്പം അത് പോട്ടെ, ഇന്നത്തെ കാര്യമൊന്നും സംബന്ധിച്ച കാര്യമില്ല. ഇനിയിപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് പോയി എത്ര പേര് ബുക്ക് ചെയ്തു എന്ന് അറിയത്തില്ല. ഇനി നാളെ നമുക്ക് സംഭവിക്കാൻ നോക്കാം. നാളെ എന്താ, ഈ 25,000 അങ്ങനെ തന്നെ നിൽക്കട്ടെ.
ഈ പോക്ക്, ഈ ഉണ്ടായ സംഭവം ഇത് മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയതാണ്. ഇതിന് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ കാരണമൊന്നുമില്ല. ഇന്ത്യ വലിയ മഹാസംഭവമാണെന്നൊക്കെ ന്യൂസ് ഇങ്ങനെ തള്ളിമറിക്കുന്നത് കണ്ടു. പക്ഷെ അതിനൊന്നും അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 25,000 മേളിലോട്ട് പോയത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നോക്കേണ്ടത് വെച്ചാൽ 25,000 നിലനിർത്തുമോ, അതാണ് ചോദ്യം. 25,000 നിലനിർത്തുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നമുക്കൊരു വര വരയ്ക്കാം. ഒരു വര എന്താണ്? ഈ ഹൈ. ഓക്കെ, ഇതാണ് ഹൈ. ഈ ഹൈയും കളർ മാറ്റാം. ഈ ഹൈയും ഈ സപ്പോർട്ടും നമുക്ക് ബ്ലൂ ആക്കിയേക്കാം. ഓക്കെ, ഇനി ഫർദർ റാലി വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനകത്ത് ഈ 25,113 ഈ ഹൈ കട്ട് ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ, കട്ട് ചെയ്ത് 15 മിനിറ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് നേരം ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ഇല്ല. ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ 25,000 ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് നേരം ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്യണം. ട്രേഡ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. കഴിവതും താഴോട്ട് വരാനായിരിക്കും സാധ്യത കൂടുതൽ, പറയാൻ പറ്റത്തില്ലേ. ഇനി ഷോർട്ട് കവറിങ് റാലി, ഇനി ഫർദറായിട്ട് റാലി ഉണ്ടെന്ന് ഇന്ന് എക്സ്പയറി ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വോളറ്റൈൽ ഉണ്ടാകാനുള്ള കാരണം. എങ്കിലും നമുക്ക് നോക്കാം നാളെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്തായാലും 25,113 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം 15 മിനിറ്റ് നേരം മാർക്കറ്റ് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ റാലി നമുക്ക് കാണാം. ഇല്ലെങ്കിൽ 25,000 താഴെ ഇതുപോലെ തന്നെ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുക, ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമുക്ക് ഇതിന് താഴോട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അതുപോലെ ഇവിടുന്ന് ബ്രേക്ക്, കോൺസെൻട്രേഷൻ പോയി, എന്താ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് ലാസ്റ്റ് മൊമെൻറ്റ് കിടന്ന് വിളിക്കുക, മനസ്സിലായില്ലേ. ഇത്രയും നേരം സമയം ഉണ്ടായിരുന്നു, ആർക്കും വിളിക്കണ്ടായിരുന്നു. ഇപ്പം എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം ആൾക്കാർ വിളിക്കുക, എന്നെ കൂടെ ചേർക്കും, എന്നോട് ചേർക്കും. ഞാൻ അവിടെ പോകാനാ, ഓൾറെഡി ആൾ ഫില്ലായി കഴിഞ്ഞു. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് നമുക്ക് നോക്കാം. മോളോട്ടെങ്കിൽ മോളോട്ട്, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ പോയിന്റിലാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ക്ലിയർ ആണ് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത ഫർദർ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ബ്രേക്ക് പോയാൽ അടുത്ത 55,694 ഓൾ ടൈം ഹൈ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാൻ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി മിഡ് ക്യാപ്പ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഈ ഹൈ കട്ട് ചെയ്ത് പോയെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത റാലി നമുക്കുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് നോക്കാം, മുകളിലോട്ട് താഴോട്ടെങ്കിൽ താഴോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം പറയാൻ. സൂക്ഷിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.